നമസ്കാരം. ഒരു തവണ കൂടി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. മൂന്നാം വട്ടവും അധികാരത്തിൽ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് കഴിഞ്ഞ 2 തവണകളായി അഴിമതികൾ മുഴുവൻ കാണിച്ചു കൂട്ടിയത്. ഒടുവിൽ മെസ്സിയെ കേരളത്തിലേക്ക് കളിക്കാനെത്തിക്കുമെന്ന് വരെ പറഞ്ഞ് നമ്മളെ പറ്റിച്ചു. അന്നത്തെ കായിക മന്ത്രിയായ V. അബ്ദുറഹ്മാൻ സംഘവും മെസ്സിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് സ്പെയിനിലേക്ക് 13 ലക്ഷത്തിലധികം രൂപ പൊതുഖജനാവിൽ നിന്ന് മുടക്കി യാത്ര ചെയ്തു. മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതിന് LDF സർക്കാരിന് യാതൊരുവിധ ബാധ്യതകളും ഇല്ല എന്നാണ് അന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും കായിക മന്ത്രിയും ഒക്കെ ആവർത്തിച്ചു പറഞ്ഞത്. എന്നാൽ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അർജന്റീന ടീമിന്റെ സന്ദർശനത്തിന് 210 കോടി രൂപയാണ് ആകെ ചെലവെന്നും 82 കോടി മാത്രമാണ് വരുമാനമെന്നും കായിക വകുപ്പിന് കീഴിലെ സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. ബാക്കിയുള്ള 128 കോടി സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നടക്കം കണ്ടെത്തണമെന്ന ശുപാർശയോടെ പഠന റിപ്പോർട്ട് കായിക വകുപ്പിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് അംഗീകരിച്ചാണ് LDF സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോയത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക അറിയിപ്പില്ലാതെ 2024 ഫെബ്രുവരിയിൽ അന്നത്തെ കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ അർജന്റീനയുടെ വരവ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പദ്ധതിയുടെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് പഠന റിപ്പോർട്ട് സമർപ്പിക്കാൻ സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ അബ്ദുറഹ്മാൻ നേരിട്ട് ചുമതലപ്പെടുത്തിയത്. സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയടക്കം ചൂണ്ടിക്കാട്ടിയ റിപ്പോർട്ട് 2024 ജൂണിൽ കായിക വകുപ്പിന് സമർപ്പിച്ചെങ്കിലും ഇത് ധനവകുപ്പിന്റെ പരിശോധനയ്ക്ക് കൈമാറിയില്ല. മന്ത്രിസഭയിലും അവതരിപ്പിച്ചില്ല. തൊട്ടടുത്ത മാസം അബ്ദുറഹ്മാൻ ആ റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തു. അർജന്റീന ടീമുമായി ഔദ്യോഗിക ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പേ പദ്ധതിയുടെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് അംഗീകരിച്ചതിൽ ദുരൂഹതയുണ്ട്. 2 പ്രദർശന മത്സരങ്ങളുടെ മാച്ച് ഫീസായി അർജന്റീനയ്ക്ക് 125 കോടിയും എതിർ ടീമിന് 40 കോടിയും നൽകേണ്ടി വരുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നികുതിയടക്കം 198 കോടിയാണ് മാച്ച് ഫീസ് ഇനത്തിലെ ആകെ ചെലവ്. ടീമുകളുടെ യാത്ര, സ്റ്റേഡിയം ഒരുക്കൽ, സംഘാടനം എന്നിവയ്ക്കടക്കം ആകെ 210 കോടി രൂപ വേണ്ടിവരുമെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ട് ലഭിച്ച 3 മാസത്തിനു ശേഷമാണ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള സംഘം അർജന്റീന പ്രതിനിധികളുമായുള്ള ചർച്ചയ്ക്കായി സ്പെയിനിലേക്ക് പോയത്. AFAയുമായി കരാർ ഒപ്പിടാൻ സർക്കാർ സ്പോൺസറെ തിരഞ്ഞെടുത്തത് 2024 ഡിസംബറിലാണ്. ഔദ്യോഗിക ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് പദ്ധതി ചെലവ് കായിക വകുപ്പ് എങ്ങനെ കണക്കാക്കി എന്നതിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. ടിക്കറ്റ് വിൽപ്പന, ടെലിവിഷൻ സംപ്രേഷണാവകാശ വിൽപ്പന, സ്റ്റേഡിയത്തിലെ പരസ്യങ്ങൾ എന്നിവയിലൂടെ 82 കോടി രൂപ വരുമാനം ലഭിക്കുമെന്നാണ് കണ്ടെത്തിയത്. സ്റ്റേഡിയത്തിന് പുറത്തെ സ്പോൺസർഷിപ്പ്, ഫാൻ മീറ്റ് എന്നിവയുൾപ്പെടെ മറ്റ് വരുമാന മാർഗങ്ങളെക്കുറിച്ച് ഈ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുമില്ല. ഇവിടെയാണ് നമ്മൾ ഈ കള്ളന്മാരുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഭരണകൂടം ഒരു സമൂഹത്തെ ആകെ കബളിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ 10 വർഷങ്ങൾ. അഴിമതികളുടെ കൂത്തരങ്ങായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ ഇവിടെ ചെയ്തത്. AI ക്യാമറ, ഈ മൊബിലിറ്റി ഹബ്ബ്, പമ്പ മണൽക്കടത്ത്, ഹെലികോപ്റ്റർ വിവാദം, അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള അഴിമതികൾ നടത്തി കോടികൾ വാരിക്കൂട്ടി. അതിൻ്റെയൊക്കെ ഫലമാണ് ഈ പാണ്ഡ്യാലമുക്ക് സ്വദേശിയായ പിണറായി വിജയൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. മകളും മരുമകനുമൊക്കെ ഹവാല ഇടപാടുകൾ നടത്തി എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നോക്കൂ, എത്ര പച്ചക്കള്ളമാണ് ഈ കായിക മന്ത്രിയായ V. അബ്ദുറഹ്മാൻ പറഞ്ഞതെന്ന് ഓർക്കൂ. ഈ V. അബ്ദുറഹ്മാനൊക്കെ എന്ത് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമാണുള്ളത്? എങ്ങനെയോ ഈ പേര് ആദ്യമായി കേൾക്കുന്നത് തന്നെ ഇയാൾ മന്ത്രിയായതിനു ശേഷമാണ്. ആ മന്ത്രിയാണ് ഇത്തരത്തിൽ 13 ലക്ഷത്തിലധികം രൂപ പൊതു ഖജനാവിൽ നിന്ന് മുടക്കി സ്പെയിനിലേക്ക് സർക്കിട്ട് അടിക്കാൻ പോയത്. ഇവനെയൊക്കെ കുത്തിന് പിടിച്ച് ജനങ്ങൾ പൊതുനിരത്തിൽ നിർത്തുകയാണ് വേണ്ടത്. ഞങ്ങളുടെ പണമെടുത്തല്ലേ, ഞങ്ങൾ രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് നീയൊക്കെ നികുതികളായും പിഴകളായും പിടുങ്ങുന്ന പണമെടുത്തല്ലേ നീ ദൂർത്തടിച്ചത്. അതിന് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഇവനെ പോലെയുള്ളവരെ പിടിച്ചു നിർത്താനുള്ള ആർജവം കേരളത്തിലെ സമൂഹത്തിനുണ്ടാകണം, ഒരു സമൂഹത്തിനുണ്ടാകണം, ഒരു പൗരനുണ്ടാകണം. കാരണം ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് നമ്മുടെ പണം കൊണ്ടാണ്. നമ്മളൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടാണ് പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പിഴകളായും നികുതികളായും ഒക്കെ പിടിച്ചു പറിക്കുന്നത്. നമ്മളിപ്പോഴും ജീവിക്കേണ്ടത് ഇതുപോലെയുള്ള വിവരദോഷികളുടെ അടിമകളായിട്ടാണ്. ഗതികേടാണിത്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഒരു നല്ല കാര്യം ചെയ്തു. അന്തം കമ്മികൾ ഉൾപ്പെടെ 3ാം വട്ടം വിജയനെ എന്തായാലും സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് പോലും അടുപ്പിക്കാതെ അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ഒരു നല്ല കാര്യമാണ്. 3ാം വട്ടവും അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇവന്മാർ ഈ മണ്ണ് പോലും തൂക്കി വിൽക്കുമായിരുന്നു.